അച്ഛാ എന്തിനാ ബ്രോക്കർ വന്നേ? അത് കല്യാണക്കാര്യം പറയാൻ. ആർക്ക്? അച്ഛനോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു എനിക്കിനി കല്യാണം ഒന്നും വേണ്ടാന്ന്. അല്ല, ആദ്യം കൊടുന്ന ആലോചന അങ്ങനെയായിരുന്നു കരുതിയിട്ട് ചിലപ്പോ ഈ ആലോചനയാണെങ്കിലോ ശരി. എന്റെ പൊന്നച്ഛ, എനിക്കിനി കല്യാണം വേണ്ട. ഇനി എന്തെങ്കിലും എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നിയ, എനിക്ക് പറ്റിയ ഒരാളാണെന്ന് തോന്നിയ അപ്പൊ ഞാൻ അച്ഛനോട് പറയാം. അല്ല കുട്ടി, എനിക്ക് സുഖമില്ലല്ലോ. സുഖമില്ലെങ്കിൽ നമുക്ക് ആശുപത്രി പോവാം. അതല്ല, എനിക്ക് സുഖമില്ലാണ്ട് എന്തെങ്കിലും പറ്റിയ പിന്നെ നീ ഒറ്റയ്ക്കാവില്ലേ? അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഡിവോഴ്സ് എന്ന് പറയണത് ജീവിതത്തിന്റെ അവസാനം ഒന്നല്ല. ഇപ്പൊ ഞാൻ നല്ല സമാധാനമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. അച്ഛന് സമാധാനം ഉണ്ടാവില്ലല്ലോ മോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക. അച്ഛനോട് ഞാൻ ഒരു കാര്യം പറയാണ്, ഇനി ഈ കാര്യം പറഞ്ഞ എന്റെ അടുത്ത് വരരുത്. എന്തെങ്കിലും ഒരു ആഗ്രഹം എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ അച്ഛനെ അറിയിക്കാം. മതിയോ? ആ, മാങ്ങ പറിച്ചു കഴിഞ്ഞോ? വാ, എന്തെങ്കിലും നോക്കി നിക്കണേന്ന് തിരിച്ച് അങ്ങോട്ട്. ആ വാ. തിരക്ക് കുറവല്ലേ? സാധാരണ നല്ല തിരക്കുണ്ടാവണ്ടേ? അതെ അതെ. എത്രയും സാറേ? 1700 ഉണ്ടാവും. കറക്റ്റാ. ബില്ല് കുറച്ച് കൂടുതലാട്ടോ. ഉപയോഗിച്ചതിന്റെ ബില്ലല്ലേ വന്നിട്ടുള്ളൂ. തമിഴ്നാട്ടിലൊന്നും ഇത്ര ബില്ലില്ലല്ലോ. എന്നാ പിന്നെ തമിഴ്നാട്ടിൽ പോയി അടച്ചൂടെ? അല്ല, അങ്ങനെയല്ല പറഞ്ഞാൽ ഇവിടെ എല്ലാത്തിനും വില കൂടുതലാണ്. ഇന്ന് തിരക്ക് കുറവാ അവിടെ അല്ലേ? അതെ, തിരക്കിത്തിരി കുറവാ. എന്താ നോക്കുന്നത്? അല്ല, ഇവള് വന്നിട്ടോന്ന്? ആര്? മറ്റേ നിങ്ങളെ സ്റ്റാഫില്ലേ? ആരാ? മണ്ടോതിരി എന്ന് പറഞ്ഞ സ്റ്റാഫില്ലേ ഇവിടുത്തെ? മണ്ടോദരിയോ? ആ, മണ്ടോതിരി മേഡം. ഓ, മണ്ടോദരി മേഡം. ഇവിടെ സുഖദേട്ടന്റെ മോളാണല്ലോ. ഓരോ തൊട്ട വിടാ ഞാൻ. മുഹമ്മദ് മനസ്സില്ല ഞാൻ. ആണല്ലേ? അവരിന്ന് ലീവാ. ഇത് ലീവാ? അതെ അതെ. അത് ലീവാ? ഇത് നിങ്ങൾ അയൽവക്കല്ലേ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അല്ല, ഞാൻ ഇന്ന് രാവിലെ അങ്ങോട്ട് നോക്കിയില്ല ഞാൻ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണേ. ആ, എന്നാ ഇവിടെ ഇല്ല കേട്ടോ. ഇല്ല. ഇല്ല. അതെ, ആ, അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് ഒരു കാര്യം ചോദിക്കാം. എന്ത് ജിജ്ഞാസ? ഒത്തിരി അങ്ങോട്ടൊന്ന് തട്ടിപ്പോ. അവിടെ നിന്നാ മതി, അവിടെ നിന്നാ മതി. ഈ മണ്ടോതിരിക്കേ ഇവിടെ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? കണക്ഷനാ? ആ, എന്തെങ്കിലും ഡിങ്കോൾഫി ഉണ്ടോ ഇവിടെ? ഡിങ്കോൾഫ്? എന്ത് ഡിങ്കോൾഫി ഉണ്ട് ഇവിടെ? അല്ല, അങ്ങനെ എന്തോ ഒരു കണക്ഷൻ ഉള്ളതിന്റെ പേരിലാണ് ഓള് ഡൈവേഴ്സ് ആയി നാട്ടിലേക്ക് ഒരു ചർച്ച ഉണ്ടേ. അതിൽ വല്ല നേരുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. നേരിന്റെ അവർക്ക് മനസ്സിലാവും. അല്ല, അതെ, അങ്ങനെയാണെങ്കിൽ ആ കക്ഷി ആരാന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓ, അത് നിങ്ങൾക്കറിയോ? കക്ഷി ആരാന്നറിയണം അല്ലേ? അതറിയാൻ പറ്റും. നിങ്ങളെ അപ്പുറത്ത് പോകുമ്പോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു ബോർഡും വെച്ച ഒരാളിരിപ്പുണ്ട്. അവരോട് ചോദിച്ചവർ പറഞ്ഞു. വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ നേരെ കടയിൽ പോവുക. കടയിൽ പോയിരുന്ന് വെള്ള പേപ്പർ വാങ്ങും. അതിൻ്റെ അകത്ത് ഒരു അപേക്ഷ എഴുതുക. എന്നിട്ടൊരു 10 രൂപയുടെ കോട്ട് ഫീ സ്റ്റാമ്പ് പൊടിച്ച് മൂപ്പര് കൊടുത്താൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തരും. 30 ദിവസം കൊണ്ട് മറുപടി കിട്ടും. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തുണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. മൂപ്പരോട് പറഞ്ഞാൽ മതി, മൂപ്പര് പറഞ്ഞു തരും. ഇപ്പൊ അറിയാൻ വേണ്ടി ഒരു കാര്യം ചോദിച്ചാൽ അതിന് 1 മാസം കഴിഞ്ഞിട്ടാണ് വിവരം അറിയല്. ഈ KSEBിലും മറ്റേ ഞങ്ങൾ കണക്ഷൻ കൊടുക്കുക. അറിയില്ലെങ്കിൽ പറഞ്ഞാ പോരെ? അറിയില്ല. അന്വേഷിക്കാൻ വന്ന ഒരാള് തൊട്ട അയൽവക്കല്ലേ, പോയി ചോദിച്ചു നോക്കറോ. പക്ഷെ എനിക്കിപ്പോ കാര്യം പിടിയിട്ടിരിക്കണ്. ഏകദേശം എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്താ ഐഡിയ? ഇന്നല്ല കക്ഷി, ഇന്നല്ലേ നോക്ക് മീശ കുത്തി പൊടിക്കും ഞാൻ. ഞാൻ ഇവിടെ ഇത് വേലിക്കപ്പുറത്താണല്ലോ, പൊട്ടിക്കും ഞാൻ കേട്ടാ. ഇയാൾ എന്ത് തോന്നിയ പറയുന്നത്? തോന്നിയാസം മര്യാദക്ക് പെരുമാറാൻ പഠിച്ചോണ്ടി. അല്ലാണ്ട് പിന്നെ എന്താക്കും? ചോക്കടിപ്പിച്ച് കൊല്ലും ഞാൻ. പോയിക്കൊള്ളാ. ഇലക്ട്രിസിറ്റിക്കാർക്ക് എപ്പോഴുള്ള ഒരു ഭീഷണിയാണ്. കൊല്ലു. മനസ്സിലായിക്കണ ഇതന്നെയാണ് കക്ഷി തന്നെ. ബാക്കിയാണ് എത്തി കേട്ടോ. കള്ള സുഹറ ശരിയായി തരാം. മന്മഥൻ ഇന്ന് രാവിലെ വെച്ച് പറഞ്ഞു കേട്ടിടത്തോളം തെറ്റില്ലാത്തൊരാലോചന. അളിയനൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കും. മണ്ടോ
മോളെ മാമ വിളിക്കണു. ആ ആ ഒന്ന് വാ. എന്താ മോളെ അച്ഛൻ പറയണൊന്നും നീ അനുസരിക്കില്ല എന്നാ പറയണേ. ഞാൻ എന്താ അനുസരിക്കാത്തെ? അല്ല കല്യാണത്തിന്റെ. അതെ. ആ മാമനും കൂടിയോ? അല്ല നിങ്ങൾക്ക് ഇത് എന്താണ്? എന്റെ പൊന്നു മാമ, ഞാനിപ്പോ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കല്ലേ. അച്ഛൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നീ ജീവിക്കുന്നുള്ളതാണ് ഇപ്പൊ മൂപ്പരുടെ ആദ്യം. സത്യത്തിൽ ആ ആദ്യയുടെ ഒരു കാര്യമില്ല, അത് മണ്ടത്തരാണ്. അല്ലല്ലേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അളിയ ഏത് കാലത്താണ് ജീവിക്കണത്? ഒന്ന് നോക്കുമ്പോൾ നേരം വിളിച്ചാവാത്ത അളിയനാ. എന്താ നമ്മൾ അവളെ പഠിപ്പിച്ചു, അവൾക്കൊരു ജോലിയായി, നാട്ടു നടപ്പനുസരിച്ച് അങ്ങോട്ട് പോയി നോക്കിയിട്ട് ഇങ്ങോട്ട് പോയി നോക്കിയിട്ട് പടം കൂടി ഒരു കല്യാണം കഴിപ്പിച്ചു. അത് ഈ വഴിക്കാവുകയും ചെയ്തു. ഇനി നമ്മൾ നിർബന്ധിച്ചിട്ട് അവളെ കല്യാണം കഴിപ്പിക്കേണ്ടെന്നാണ് എൻ്റെ പക്ഷം. കാരണം ഒരാൾക്ക് ജീവിതത്തിൽ മനസ്സമാധാനമാണ് വലുത്, അല്ലാതെ കല്യാണമല്ല. അല്ലാളിയ എന്നാലും അവളൊരു പെണ്ണല്ലേ? അതിനെന്താ, ഇത് പാണാണോ പെണ്ണാണോ ഒന്നുമില്ലാന്ന്. ജീവിക്കാനൊരു തൊഴിലാണ് ആവശ്യം, അത് അവക്കില്ലേ? പിന്നെന്താ, ഇനി ഒറ്റയ്ക്ക് കുറേ കാലങ്ങൾ ജീവിക്കുമ്പോൾ അവൾക്കൊരു കല്യാണം കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അപ്പം കഴിച്ചോട്ടെ. ഇനി കല്യാണം കഴിക്കാൻ തോന്നണില്ലേ, കഴിക്കണ്ട. പിന്നെ അളിയ, മനസ്സമാധാനം ഇല്ലാതെ കുടുംബ ഭദ്രതയ്ക്കാന്നും പറഞ്ഞു ഒരുത്തൻ്റെ കൂടെ അങ്ങനെ കടിച്ചു തൂങ്ങി നിന്ന് ജീവിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് പിരിയുന്നതാ. ആ നമസ്കാരം. പേര് മൊയ്തൂന്നാ. ആ ഹാ ഹാ. നടക്കുവോ? എന്ത് നടക്കുമെന്ന്? അല്ല, കാര്യങ്ങൾ എന്തായി അവിടെ? എവിടെ? മണ്ടുൻ്റെ മണ്ടോതിരിയെ. മണ്ടോദരി? ഇനി കല്യാണം നടക്കുവോ? മണ്ടോദരിയുടെ കല്യാണം? മണ്ടോദരിക്ക് പിന്നെ കല്യാണം കഴിക്കണ്ടേ? വേണല്ലോ, ഡൈവേഴ്സായിട്ട് നിൽക്കല്ലേ. ആ നടക്കുവോ? ഈ മണ്ടോദരി കല്യാണം കഴിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. ആ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഹേയ് കഴിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഹേയ് അതുമില്ല. ഇനി നിനക്ക് മണ്ടോദരിയെ കല്യാണം കഴിക്കണമെന്നുണ്ടാ? ഹേയ്. ഇനി നിന്റെ അറിവിൽ വേറെ ഏതെങ്കിലും ആളുകളുണ്ടോ മണ്ടോദരിയെ കല്യാണം കഴിപ്പിക്കാം? അതുമില്ല. പിന്നെ എന്തിനും നാറിയ പരിപാടി കേൾക്കണം. അവനവൻ്റെ കാര്യം നോക്കി കിടന്നാൽ പോരെ. മതി.